വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത ഉള്ളതിനാൽ തന്നെ ആ സാഹചര്യം കണക്കിലെടുത്ത് കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. നാളത്തോടെ ഇത് ന്യൂനമർദ്ദമായി മാറി തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ നിലവിൽ 50 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് വൈകിട്ടോടെ 5 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തുമെന്നാണ് സൂചന. കൂടാതെ കോപ്പാറ ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. അതേസമയം ഇരു ഡാമുകളുടെയും ഷട്ടറുകൾ ഉയർത്തിയതിനാൽ തന്നെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നേരത്തെ തെന്മല ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. കല്ലടയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതിനാലാണ് തെന്മല ഡാമിന്റെ 3 ഷട്ടറുകൾ ഉയർത്തിയത്. ഡാമിന്റെ ജലസംഭരണ ശേഷി 115.29 എത്തിയിരുന്നു. അതേസമയം ഉയർന്ന തിരമാലയ്ക്കും അതിശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ആര്യങ്കാവിൽ വെള്ളിയാഴ്ച ഉച്ചവരെ 150 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. പുനലൂരിൽ 62.4 മില്ലിമീറ്റർ മഴയും പെയ്തു. പാലരുവി വെള്ളച്ചാട്ടത്തിൽ സന്ദർശകർ പ്രവേശിക്കാൻ ആകുന്നതല്ല. കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പുനലൂരിൽ 15.720 മീറ്ററും പട്ടഴയിൽ 2.840 മീറ്ററുമാണ് കേന്ദ്ര ജല കമ്മീഷൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രേഖപ്പെടുത്തിയ ജലനിരപ്പ്. കനത്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലട അണക്കെട്ടിലെ ജലനിരപ്പ് സംഭരണ ശേഷിയിലേക്ക് അടുക്കുന്നു. 115.82 മീറ്റർ സംഭരണ ശേഷിയുള്ള അണക്കെട്ടിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെ ജലനിരപ്പ് 114.53 മീറ്ററിലെത്തി. ഇതോടെ ശനിയാഴ്ച രാവിലെ 11-ന് 3 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നു. ഘട്ടം ഘട്ടമായി 60 സെന്റിമീറ്റർ വരെ ഉയർത്താനാണ് അനുമതിയുള്ളതും. അതേസമയം പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് പെയ്യുന്ന മഴയെല്ലാം തന്നെ മൺസൂണിന്റെ വരവാണ് എന്ന്. കാരണം പണ്ട് മഴ വന്നാൽ മൺസൂൺ വന്നു എന്നായിരുന്നു എല്ലാവരും കണക്കാക്കിയിരുന്നത്. കൂടാതെ ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശങ്ങളിലേക്കുള്ള മൺസൂണിന്റെ കവാടം അഥവാ എൻട്രി പോയിന്റ് എന്നറിയപ്പെട്ടിരുന്നത് കേരളത്തെ ആണ്. കേരളത്തിലെ 14 ജില്ലകളിലും മെയ് 10-ന് ശേഷമുള്ള എല്ലാ ദിവസത്തെയും മഴ നോക്കിയിട്ടാണ് പണ്ട് മൺസൂൺ വന്നോ ഇല്ലയോ എന്ന് കണക്കാക്കുന്നതും. എന്നാൽ ഇന്നത്തെ കാലത്തെ മാറിയ സാഹചര്യത്തിൽ മഴ പെയ്താൽ മാത്രം മൺസൂൺ വന്നു എന്ന് പറയാനാകില്ല. അതിന് 3 മാനദണ്ഡങ്ങളാണുള്ളത്. അറബിക്കടലിൽ ഒരു പ്രത്യേക ഏരിയ കണക്കാക്കിയിട്ടുണ്ട്. ആ ഏരിയയിലെ കാറ്റിന്റെ വേഗതയും പൊക്കവും മേഘത്തിന്റെ അളവും നോക്കിയാണ് പെയ്യുന്ന മഴ മൺസൂണിന്റെ ഭാഗമാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയുന്നത്. ഈ ഘടകങ്ങളെല്ലാം ഒത്തുവന്നാൽ മാത്രമേ മൺസൂൺ എത്തിയെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയത്തുള്ളൂ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ, വടക്കു കിഴക്കൻ കാലവർഷം എന്നിങ്ങനെ 2 മൺസൂണുകളാണ് കേരളത്തിലുള്ളത്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ കാറ്റിന്റെ ദിശ കേരളത്തിലേക്ക് തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്കാണ് വീശുക. വടക്കു കിഴക്കൻ മൺസൂണിന്റെ സമയത്ത് കാറ്റ് വടക്കു കിഴക്ക് ദിശയിലേക്കെന്ന് കേരളത്തിലേക്ക് വീശുക. കൃത്യം എതിർ ദിശയിലേക്കാണ് ഈ 2 സീസണുകളിലും കാറ്റ് വീശുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സീസൺ റിവേഴ്സ് ഫോളോ ഓഫ് വിൻഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കാറ്റിന്റെ ദിശ കൂടി മാറിയെങ്കിൽ മാത്രമേ അതിനെ മൺസൂൺ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.